യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ച കേസിലെ മുഖ്യകണ്ണി അറസ്റ്റിൽ. കാസർഗോഡ് ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെയ്സൺ മുകളേൽ കോടതി നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. റിപ്പോർട്ടറാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് വാർത്ത പുറത്തെത്തിച്ചത്. CR കാർഡിന്റെ സഹായത്തോടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ മുഖ്യകണ്ണിയാണ് ജെയ്സൺ മുകളേൽ. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം ഇൻസ്പെക്ടർ മഞ്ജുലാലിന് മുന്നിൽ ജെയ്സൺ കീഴടങ്ങിയത്. കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ ജെയ്സനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. സോഫ്റ്റ്വെയർ ബിസിനസ് നടത്തുന്ന ജെയ്സൺ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ആപ്പ് നിർമ്മിച്ചത്. ഈ ആപ്പിന്റെ സഹായത്തോടെ ജെയ്സണും സംഘവും നൂറുകണക്കിന് വ്യാജ കാർഡുകൾ നിർമ്മിച്ചെന്നും പോലീസ് പറയുന്നു. ജെയ്സന്റെ കൂട്ടാളി രാകേഷ് ആനന്ദിനെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഇരുവരും കുറ്റം സമ്മതിച്ചെന്നാണ് പോലീസ് പറയുന്നത്. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MJ രഞ്ജുവിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേസിൽ ഇതുവരെ 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു. DYSP ജലീൽ തോട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വൈകിട്ടോടെ മ്യൂസിയം സ്റ്റേഷനിലെത്തിയത്. DAG V ജയനാഥിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രാരംഭഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. ഹൈടെക് സെല്ലിലെ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുന്നതെന്നും രേഖാമൂലമുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ MLA-മാരുടെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.